ഉണ്ടോ? അതിപ്പോഴാണ് എനിക്ക് സാധിക്കുന്നത് ഏറെക്കുറെ. നേരത്തെ ഇല്ലെന്നല്ലേ, നേരത്തെ എന്നെ കൊണ്ട് ഒരുപാട് പേര് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക്. അപ്പൊ അതിലൂടെ ഹാപ്പി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഹെൽപ്പ് ചെയ്തിട്ടില്ലെന്നല്ല, ഒരുപാട് പേര് കണ്ടിന്യൂസ് ആയിട്ട് ഹെൽപ്പ് ചെയ്ത് സൂചിച്ച സഹപ്രവർത്തകരില്ലേ, സഹപ്രവർത്തകരുണ്ടല്ലോ, ഞാൻ എപ്പോഴും പേര് പറയുന്നത്. അപ്പം അവരൊക്കെ അവരൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്റേതായിട്ടുള്ള ഇതിൽ ഞാൻ ഇപ്പോഴാണ് ആ പിള്ളേരെ ഒന്ന് സന്തോഷിപ്പിക്കുന്നത്. അതെ, അതില് ചേച്ചിക്ക് ഒരു എന്താ പറയാ, ഉള്ളിന്നൊരു ഇതുണ്ടാവുമല്ലോ, സമാധാനം, മാനസികമായിട്ട്. അതെ, ഞാൻ കാരണം അതായത് അച്ഛൻ നോക്കുന്ന അത്രയും, അല്ലെങ്കിൽ ആ ഒരു തണലിനോളം എത്താൻ പറ്റുന്നില്ലെങ്കിലും കുഞ്ഞുങ്ങളെ അത് അത്രയൊക്കെ എത്തിക്കാൻ ചേച്ചി ശ്രമിക്കുന്നുണ്ട്. അതെ, ഇപ്പം കിച്ചുവിനെ സംബന്ധിച്ച് അവൻ അച്ഛനോടായിരുന്നു പൈസ ചോദിക്കുന്നത്. അച്ഛാ പൈസ അയച്ചാ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, അവനൊരു 10-18 വയസ്സുള്ള കുഞ്ഞായിരുന്നല്ലോ, അവൻ എന്തെങ്കിലും ആവശ്യം. ഇപ്പൊ അവന്റെ അച്ഛനും അമ്മയും എല്ലാം ഞാനല്ലേ. എന്നോടാണ് ചോദിക്കുന്നത്, അമ്മ പൈസ ഉണ്ടോ അമ്മ? ഇപ്പഴും വിളിച്ചിട്ട് അമ്മേ പൈസ വല്ലതും ഉണ്ടോ അമ്മ, ചില്ലറ വല്ലതും, പോടാ അമ്മ എന്താ അമ്മ എനിക്ക് ഫുഡ് കഴിക്കാനാ അമ്മേ, പോടാന്ന് പറഞ്ഞിട്ട് ഞാൻ അന്നേരം അയച്ചു കൊടുക്കും. ഇത്ര മതിയോ പന്നേന്ന് ചോദിക്കാം. അവർക്ക് ഞാൻ അച്ഛനുമാണ് അമ്മയാണ്. അപ്പം പിന്നെ പൈസ ചോദിക്കാറായിട്ടില്ല, കുറച്ചുകൂടെ കഴിയട്ടെ. അതെ, അപ്പോഴേക്ക് എനിക്ക് തോന്നുന്നു കിച്ചുവും ഒരു ജോലിയും കാര്യങ്ങളും ഒക്കെ ചേച്ചിക്ക് ഒരു ഹെൽപ്പ് ആകുമെന്ന് തോന്നുന്നു. അതോ ഋതപ്പം വളർന്നു വരുന്നു ഇപ്പോഴത്തേക്കല്ലേ?